ഹായ് ഓൾ, വെൽക്കം ടു സ്മൈൽ ഓൺ ഡെൻറ്റിസ്റ്റ് ചാനൽ. ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് ഒരു ഡെൻറ്റിസ്റ്റിനെ നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളൊരു സമയം, രാത്രിയാവാം, അല്ലെങ്കിൽ ഒരു ശനിയാഴ്ച വൈകുന്നേരം. ഞായറാഴ്ച നല്ല ശതമാനം ഡെൻറ്റിസ്റ്റ്മാർ ക്ലിനിക്ക് തുറക്കുമല്ലോ, അവർ വീട്ടിൽ കിടന്നുറങ്ങുവാണല്ലോ. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ നിങ്ങൾക്ക് പല്ലുവേദന വന്നാൽ ഏതെങ്കിലും പൊടിക്കൈ ഉപയോഗിച്ച് വെറും കുറച്ച് സമയത്തിനുള്ളിൽ എൻ്റെ അസഹ്യമായ വേദനയൊന്ന് കുറച്ച് തരാൻ വല്ല വഴിയുണ്ടോ? ഞാൻ പറഞ്ഞുതരാം. ഐ എം ഡോക്ടർ മുഷ്താഖ്, യുവർ ഡെൻറ്റിസ്റ്റ്. നമുക്ക് പല്ലുവേദന അല്ലെങ്കിൽ മോണവേദന ചിലപ്പോൾ ഇത് രണ്ടും കൂടി വരാം. ഇതിന് രണ്ടിനും നമുക്ക് ചില ആയുർവേദ പൊടിക്കൈകൾ അല്ലെങ്കിൽ വീട്ടിലുള്ള ചില ഞുണുക്ക് വിദ്യകൾ വഴി നമുക്കിതിൻ്റെ വേദനയൊന്ന് സബ്സൈഡ് ചെയ്യാം. കുറയ്ക്കാനേ പറ്റൂ, മാറ്റാൻ പറ്റില്ല. നമുക്ക് ഒരു ഡെൻറ്റിസ്റ്റിൻ്റെ ഹെൽപ്പ് കിട്ടിയാൽ ഇമ്മീഡിയറ്റ്ലി പോയി അത് ചെയ്യുകയും ചെയ്യണം. അല്ലാണ്ട് ഇതും കൊണ്ട് മാറിയെന്നും പറഞ്ഞ് വീട്ടിലിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ വല്ല പ്രശ്നത്തിലേക്ക് പോകും. അപ്പോൾ നിങ്ങൾക്ക് പല്ലിലൊരു കേട് വന്നു, എന്നിട്ട് അതിൻ്റെ അകത്തൊരു ഇൻഫെക്ഷൻ വന്നതാണ് എങ്കിൽ വേദന കുറയ്ക്കാൻ ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു സിറിഞ്ചിലോ വല്ലതും കുറച്ച് ഉപ്പുവെള്ളമോ അല്ലെങ്കിൽ സലൈനോ എടുത്തിട്ട് ആ കേടുള്ള ഭാഗം നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യാം. എന്നിട്ട് ഒന്നുകിൽ ഒരു കഷ്ണം ഗ്രാമ്പു എടുത്ത് കടിച്ചു പിടിക്കുക. ഇച്ചിരി കൂടി ഒരു സിവിയർ ആയിട്ടുള്ള പെയിനാണ്, നിങ്ങൾക്ക് ഗ്രാമ്പു വെച്ചിട്ടും അതങ്ങോട്ട് കുറയുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കോട്ടൺ പീസ് എടുക്കുക. എന്നിട്ട് അതിനകത്തൊരു ചെറിയ പീസ് പാൽക്കായം വെച്ചിട്ട് കടിച്ചു പിടിക്കുക. പാൽക്കായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ആയുർവേദ ഷോപ്സിലൊക്കെ കിട്ടുന്ന ഒരു സാധനമാണ്, എല്ലാവരുടെ വീട്ടിലും തന്നെ കാണുന്ന ഒരു സാധനമാണ്. നമുക്ക് അത്യാവശ്യം നല്ലൊരു ഇൻഫ്ലമേഷൻ ഉണ്ട്, നല്ല അത്യാവശ്യം വേദന ഉണ്ടെങ്കിൽ നമുക്ക് കുറയ്ക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. ഇനി പല്ലിലും മോണയ്ക്കും പ്രശ്നമുണ്ട്, മോണയ്ക്കും റിലേറ്റഡ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് ആദ്യം തന്നെ കുറച്ച് ഇഞ്ചി നീര് ചെറുതേനിൽ മിക്സ് ചെയ്യുക. എന്നിട്ട് ആ മോണയുടെ ഭാഗത്ത് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. മോണ റിലേറ്റഡ് ആയിട്ടുള്ള ചെറിയ ഇൻഫ്ലമേഷനൊക്കെ ഒന്ന് കുറയ്ക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. ഇതൊക്കെ പൊടിക്കൈ മാത്രമാണ്. നിങ്ങളുടെ ഡെൻറ്റിസ്റ്റ് ഞായറാഴ്ച ക്ലിനിക്ക് തുറക്കുന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് തന്നെ പോയിട്ട് ചെയ്യുക. ഇനി തുറക്കുന്നില്ല, നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ ഈ പരിപാടി ചെയ്യുക. ഒരു ദിവസമൊക്കെ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് ഡെൻറ്റിസ്റ്റ് ക്ലിനിക്കിൻ്റെ ഷട്ടർ തുറന്ന് ആദ്യം ചാടി ഉള്ളിൽ കയറിക്കോണം. ആ വേദനയുടെ പ്രശ്നം മോണയ്ക്കാണോ പല്ലിനാണോ എന്താണ് പ്രശ്നമെന്ന് അസസ് ചെയ്ത് എന്ത് ട്രീറ്റ്മെൻ്റ് ആണോ വേണ്ടത്, പല്ലെടുത്ത് കളയണോ അല്ലെങ്കിൽ റൂട്ട് കനാൽ വേണോ അല്ലെങ്കിൽ ഫില്ലിങ് വേണോ, എന്താണോ പ്രശ്നം അത് അസസ് ചെയ്ത് അതിന് പ്രോപ്പറായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുക. അല്ലാണ്ട് ഇതുപോലെയുള്ള പൊടിക്കൈ മാത്രം വെച്ചുകൊണ്ട് വീട്ടിലിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇരട്ടിയായിട്ട് തിരിച്ച് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. ഇതുപോലെയുള്ള യൂസ്ഫുൾ കണ്ടൻസിനായിട്ട് പേജ് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, ഓളെന്ന് കൊടുക്കുക. ഭാവിയിലെ വീഡിയോസിനായി കാത്തിരിക്കുക. ബൈ.